ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും റിയയും ഏഞ്ചലയും കൂടി ഇവിടെ ബെൽഫാസ്റ്റിൽ നിന്ന് കുറച്ച് ദൂരെ എന്നിസ്കലൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു Airbnb എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയി. ചുമ്മാ ഞങ്ങളുടെ ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലിൽ നിന്ന് എപ്പോഴും ഡ്യൂട്ടി, വീട്, ആ ഒരു ലൈഫിൽ നിന്നും ഒരു ചെറിയൊരു രസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു ഹൗസ് ബോട്ടായിരുന്നു എടുത്ത്. നല്ല രസമായിരുന്നു, നല്ല കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് മെയിൻ റോഡിൻ്റെ കുറച്ച് സൈഡിലേറ്റാണ് വരുന്നതെങ്കിലും ഭയങ്കര ഒരു റിലാക്സിങ് ആയിരുന്നു. പിന്നെ അത് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു വീട് പോലത്തെ ഒരു ഹൗസ് ബോട്ടായിരുന്നു. 2 നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറി ഉണ്ടായിരുന്നു. പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു, ഒരു ഹാൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വെസലും പിന്നെ അത്യാവശ്യം കുക്കിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ അവർ തന്നായിരുന്നു. ഞങ്ങളപ്പോൾ കുക്കിങ്ങിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഇത് ടോയ്ലറ്റാണേ. ടോയ്ലറ്റും അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. കുളിക്കാനുള്ളതാണേലും സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. ഇവിടെ ഭയങ്കര പൊളി വ്യൂ ആയിരുന്നു. ഇത് തുറന്നു കഴിയുമ്പോഴേക്കും നല്ല കാറ്റും ഉള്ളിൽ നല്ല ചൂടുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ഒരു നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആയിരുന്നു അത്. നല്ല കാറ്റും പിന്നെ വെള്ളത്തിൽ നിന്നൊരു വ്യൂ ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ നമുക്ക് തോന്നുമായിരുന്നു. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെ ഒരു ഹൗസ് ബോട്ടുണ്ട്, പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ നിൽക്കുന്ന വീടൊന്നും കുറച്ച് ചെറുതായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര രസമായിരുന്നു. അവിടെ ചെറിയൊരു ദ്വീപ് പോലത്തെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടേക്കൊന്നും പോവില്ലായിരുന്നു. പക്ഷെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല രസമായിരിക്കും. അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ബൈനോക്കുലറൊക്കെ പ്രൊവൈഡ് ചെയ്തായിരുന്നു ഹൗസ് ഓണർ. അപ്പം ഞങ്ങൾ ബൈനോക്കുലറോടെ കണ്ടുപിടിച്ചതാണ്. അവിടെ ഒരു ദ്വീപുണ്ട്, അവിടെ കുറച്ച് സ്വാനുണ്ട്, കുറേ താറാവുണ്ട്. അതൊക്കെ ഞങ്ങൾ ബൈനോക്കുലർ വഴി കണ്ടുപിടിക്കായിരുന്നു ഞങ്ങളുടെ പരിപാടി. അതെ, താറാവ് നമ്മുടെ അടുത്തുകൂടിയും ഇങ്ങനെ പോയായിരുന്നു. ഇങ്ങനെ ഇത് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വ്യൂ ആയിരുന്നു, ഈ ബാൽക്കണി ആയിരുന്നു. ഇവിടെ ഞങ്ങള് കുറെ നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഡാൻസാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഡാൻസ് കളിക്കാൻ അറിയില്ല. എനിക്കും റീക്കും. ഏഞ്ചല മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡാൻസർ. ഇങ്ങനെ ഏഞ്ചലേൻ്റെ ഡാൻസ് കുറേ കണ്ടു. ഞങ്ങൾ ചുമ്മാ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ വിറകൊക്കെ പെറുക്കാൻ പോയി. ഞങ്ങൾ വിറക് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പം അടുത്ത പറമ്പിൽ കൂടിയൊക്കെ നടന്ന് ഞങ്ങൾ വിറകൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് കൂട്ടി കത്തിച്ച് ചുമ്മാ ഇങ്ങനെ വിറകൊക്കെ കൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. നല്ല ഒരു രസമുള്ള പരിപാടിയായിരുന്നു. വൈകുന്നേരം ഒത്തിരി തണുപ്പൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റും ആയിരുന്നു. ക്ലൈമറ്റും ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കുറേ നേരം ക്യാമ്പ് ഫയർ, ഞങ്ങളുടെ സ്വന്തം ക്യാമ്പ് ഫയറിന് ചുവട്ടിലിരുന്ന് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അതെ, അടിപൊളി വ്യൂവും നല്ല പാട്ടും നല്ല ചൂടും ഒരു സുഖമുള്ള ഒരു കാറ്റുമായിരുന്നു. ഏറ്റവും പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ പോയ സമയത്ത് അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫ്രൈഡ് റൈസൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു പോയി. അതും ഫ്രൈഡ് റൈസും പിന്നെ കുറച്ച് വൈനും കുടിച്ച് ഞങ്ങൾ സെറ്റായി. പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റ പാടെ തന്നെ ഇവിടെ ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്ത് തന്നെ കുറേ കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഫ്രഷ് എയറും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈകുന്നേരത്തെക്കാളും കുറേയും കൂടി ഒരു പീസ് തോന്നിയത് രാവിലത്തെ വ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നോണ്ടാണോ, ഞങ്ങൾക്ക് ചിലപ്പോൾ മിസ്സിങ് ഫീൽ കൊണ്ടാണോ എന്നൊരു ഇതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വ്യൂ, രാവിലത്തെ വ്യൂ. ആകെപ്പാടെ ഞങ്ങൾക്ക് കുറച്ച് ഇതായി തോന്നിയത് ഈ വെള്ളത്തിന്റെ മൂവ്മെന്റ് വൈകുന്നേരം, എസ്പെഷ്യലി വൈകുന്നേരം വെള്ളത്തിന്റെ മൂവ്മെന്റ് ആകുമ്പോൾ നമുക്കിപ്പം ബോട്ടായതുകൊണ്ട് ഒരു ചെറിയൊരു മൂവ്മെന്റ് പോലെ നമുക്കും ഫീൽ ചെയ്യുമായിരുന്നു. പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി, ഏഞ്ചല നൂഡിൽസ് ഉണ്ടാക്കി, അങ്ങനെ എഗ് നൂഡിൽസും ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. റിയ നിലത്തിരുന്നേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് വ്യൂ കൂടുതൽ കിട്ടാൻ നിലത്തിരുന്നാലാണ് വ്യൂ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു 1 ഓഫ് ദി മെമ്മറബിൾ ട്രിപ്പായിരുന്നു. അതങ്ങനെ നന്നായി തീർന്നു പോയി. We really enjoyed it. അങ്ങനെ that's it. ബൈ. See you with another video. ഞങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ക്യാബ് വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു ഇത്. That's it. Bye.